ദീപകിന്റെ ആത്മഹത്യയിൽ ഷിംജിത മുസ്തഫ റിമാൻഡിൽ അറസ്റ്റ് ചെയ്തത് വടകരയിലെ ബന്ധുവീട്ടിൽ നിന്ന്. പോലീസ് എത്തിയത് ഔദ്യോഗിക വാഹനം ഒഴിവാക്കി മഫ്തിയിൽ. ജാമ്യം നൽകാതെ മഞ്ചേരി ജയിലിലേക്ക് മാറ്റി. പോലീസിനെതിരെ ആരോപണവുമായി BJP. സ്റ്റേഷനു മുന്നിൽ പ്രതിഷേധം. ശബരിമലയിൽ നടന്നത് കൂട്ടക്കവർച്ചയെന്ന ഹൈക്കോടതി. പഞ്ചാഗ്നി മധ്യേ തപസ്സു ചെയ്താലും പ്രതിക്രിയയാവില്ലെന്ന ഗാനശകലം ഉദ്ധരിച്ച് കോടതി. ശങ്കരദാസിന്റെ അസുഖത്തിൽ കോടതിക്ക് സംശയം. മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനോട് റിപ്പോർട്ട് തേടി. കേസിലെ പ്രതികളുടെ 1,30,00,000 രൂപ വരുന്ന ആസ്തികൾ കണ്ടുകെട്ടി ED. ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെ പരിശോധനയിൽ കണ്ടെടുത്തത് നിർണായക രേഖകൾ. വിവാദ വർഗീയ പരാമർശം പിൻവലിച്ച് ഖേദപ്രകടനവുമായി മന്ത്രി സജി ചെറിയാൻ. പറഞ്ഞത് വളച്ചൊടിച്ചെന്ന ന്യായീകരണം. ഖേദവും പിൻവലിക്കലും പാർട്ടി കടുത്ത നിലപാടെടുത്തതിന് പിന്നാലെ പാർട്ടി നിർദ്ദേശപ്രകാരമെന്ന് സ്ഥിരീകരിച്ച് MV ഗോവിന്ദൻ. വിഷയം നിയമസഭയിലും പുറത്തുമുന്നയിക്കാൻ കോൺഗ്രസ്. ഇനി NSSും SNDPയും ഒറ്റക്കെട്ട്. ഐക്യത്തിന് SNDP യോഗത്തിന്റെ പച്ചക്കൊടി. തീരുമാനങ്ങൾ ഒന്നിച്ചെടുക്കുമെന്ന് വെള്ളാപ്പള്ളി. നിലപാടെടുക്കണമോ എന്നുള്ളതിനെ പറ്റി ചർച്ച ചെയ്യും. രാഷ്ട്രീയ നിലപാടെടുക്കേണ്ടി വന്നാൽ അതെടുക്കും. അതെല്ലാം അവരവരുടെ നിലപാടനുസരിച്ച് സമദൂരത്തിൽ പോട്ടെ എന്ന് അവർ തീരുമാനിച്ചാൽ അങ്ങനെ പോകും. അതല്ലെങ്കിൽ ഓരോരുത്തർക്കും അവരവരുടേതായ ഇഷ്ടമനുസരിച്ച് രാഷ്ട്രീയ നിലപാടെടുക്കണമെന്ന് തീരുമാനിച്ചാൽ അങ്ങനെ പോകും. SNDP യോഗത്തെ പെരുന്നയിലേക്ക് സ്വാഗതം ചെയ്ത NSS ജനറൽ സെക്രട്ടറി. സതീശൻ വലിയ ഉമ്മാക്കിയല്ലെന്നും G. സുകുമാരൻ നായർ. പിണറായി വിജയനെ NDAയിലേക്ക് സ്വാഗതം ചെയ്ത രാംദാസ് അത്താവലയെ പരിഹസിച്ച് MV ഗോവിന്ദൻ. കേരളം എന്തെന്ന് അത്താവലേക്ക് അറിയില്ല. മറുപടി NDAയ്ക്കൊപ്പം നിന്നാൽ LDFന് ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന പ്രസ്താവനയ്ക്ക്. ന്യൂസ് 18 ഇംപാക്ട്. 2 വർഷമായി കക്കൂസിൽ അന്തിയുറങ്ങിയ സദാനന്ദന് സഹായവുമായി നഗരസഭ. ജനകീയ കമ്മിറ്റിയുമായി സഹകരിച്ച് വീട് വെച്ച് നൽകാൻ തീരുമാനം. തൽക്കാലം വാടക വീട്ടിലേക്ക് മാറ്റും. നടപടി ന്യൂസ് 18 വാർത്തയെ തുടർന്ന്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.